ഏറെ നിന്ന അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകി ഗവർണർ. നാളെ വൈകിട്ട് 4-ന് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞ. മുഖ്യമന്ത്രിയുടെ ഉപദേശം അംഗീകരിക്കുകയാണെന്ന ഭരണഘടനാ ബാധ്യത നിറവേറ്റുകയാണെന്നാണ് ഗവർണറുടെ വിശദീകരണം. 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സജി ചെറിയാൻ പിണറായി മന്ത്രിസഭയിലേക്ക് മടങ്ങിയെത്തുകയാണ്. ഭരണഘടനയെ വിമർശിച്ചതിന് സജി ചെറിയാൻ കഴിഞ്ഞ ജൂലൈ 6-നാണ് മന്ത്രിസ്ഥാനം രാജിവെച്ചത്. സജിക്ക് തിരിച്ചുവരാൻ ഇടം ഒഴിച്ചിട്ടാണ് രാജിവെക്കാൻ അന്ന് CPM നിർദ്ദേശം നൽകിയത്. ഹൈക്കോടതിയിലെ കേസിൽ അനുകൂല വിധിയും തിരുവല്ല കോടതിയിൽ പോലീസിന്റെ അനുകൂല റിപ്പോർട്ട് ലഭിച്ചതോടെയാണ് മടങ്ങിവരവിന് CPM തീരുമാനമെടുത്തത്. ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയതിന് രാജിവെച്ചയാൾ ഇപ്പോൾ എങ്ങനെ തിരിച്ചുവരുമെന്ന ചോദ്യം രാജ്ഭവൻ ഉയർത്തി. പല തലങ്ങളിലും ഗവർണർ നിയമോപദേശവും തേടി. അതിനൊടുവിലാണ് അനുമതി. Whatever advice I had to give, I have given, and ultimately I accept the Chief Minister's decision, and we will have the swearing in tomorrow. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചായിരുന്നു രാജിയെന്നും ഇപ്പോൾ പാർട്ടി നിർദ്ദേശം അനുസരിക്കുകയാണെന്നും സജി ചെറിയാന്റെ പ്രതികരണം. ഞാൻ രാജിവെച്ചതിന്റെ ധാർമ്മികത പാർട്ടിയുടെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച ആ സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഞാൻ നിയമവിരുദ്ധമായോ ഭരണഘടനാ വിരുദ്ധമായോ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ നിയമവിരുദ്ധമായി പറഞ്ഞിട്ടില്ലെന്ന് തെളിയിച്ചു. 6 മാസം കൊണ്ട് 6 മാസം ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രാജിവെച്ചു. അതാണ് എന്റെ മാന്യത. മന്ത്രിസഭയിലേക്ക് മടങ്ങിയെത്തുമെങ്കിലും ഈ തീരുമാനവും കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടും. 2ാം വരവിലും സിനിമയും സാംസ്കാരികവും ഉൾപ്പെടെയുള്ള പ്രധാന വകുപ്പുകൾ തന്നെ സജി ചെറിയാൻ ലഭിക്കും. അതിനനുസരിച്ച് മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളിലും ക്രമീകരണമുണ്ടാകും. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. സജി ചെറിയാനെ മടക്കിക്കൊണ്ടുവരുന്നതിൽ ശക്തമായ വിയോജിപ്പ് മുഖ്യമന്ത്രിയെ അറിയിച്ച ശേഷമാണ് ഗവർണർ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകിയത്. എന്നാൽ സജിയെ വീണ്ടും മന്ത്രിയാക്കുന്നതിൽ നിയമപരമായി ഒരു തടസ്സവും ഉണ്ടാകില്ലെന്ന ഉറപ്പാണ് മുഖ്യമന്ത്രി നൽകിയത്. ഒരിക്കൽ കൂടി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയ ശേഷമാണ് ഗവർണർ വഴങ്ങിയതെന്നതും ശ്രദ്ധേയമാണ്. സർക്കാരും ഗവർണറും പതിപോലെ ഒത്തുകളിച്ചുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രതിപക്ഷം ബഹിഷ്കരിക്കും. അനിശ്ചിതത്വവും നാടകീയതയും നിലനിർത്തിയാണ് സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുമതി നൽകിയത്. മുഖ്യമന്ത്രിയോട് വിശദീകരണം തേടിയ ശേഷം മാത്രമേ ഗവർണർ തീരുമാനമെടുക്കൂവെന്നും നാളെ സത്യപ്രതിജ്ഞ നടക്കില്ലെന്നുമായിരുന്നു രാജ്ഭവൻ നൽകിയ സൂചനകൾ. ഇതിനിടെ അറ്റോർണി ജനറലിനോടും ഗവർണർ ഉപദേശം തേടി. ഒടുവിൽ മുഖ്യമന്ത്രിയെയും ഗവർണർ തന്റെ ആശങ്കകൾ അറിയിച്ചു. സജി ചെറിയാനെതിരെ ഇപ്പോഴും കോടതിയിൽ കേസ് നിലനിൽക്കുകയല്ലേ എന്നും തിരിച്ചുവരുന്നതിന് നിയമതടസ്സമില്ലേ എന്നുമായിരുന്നു ഗവർണറുടെ ചോദ്യം. എന്നാൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. ഇതോടുകൂടി ഗവർണർ തീരുമാനം മാറ്റി. മുഖ്യമന്ത്രി അത്ര ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണെങ്കിൽ താനായി തടസ്സം നിൽക്കുന്നില്ല എന്നായി പുതിയ നിലപാട്. Governor has to accept the recommendation of the Chief Minister, but this case is slightly different because he is not being inducted for the first time. സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയ ശേഷം വഴങ്ങുക എന്ന പതിവ് ഇതിലും ഗവർണർ തുടർന്നു. കോടതികളിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലായിരുന്നു നിയമോപദേശം തേടൽ. അധാർമിക നടപടിയാണ് ഗവർണറുടേതെന്ന് പ്രതിപക്ഷ വിമർശനം. ശ്രീ സജി ചെറിയാനെ മന്ത്രിസഭയിലെടുക്കാനുള്ള തീരുമാനം അധാർമികവും ഭരണഘടനയോടുള്ള അവഹേളനവുമാണ്. കൃത്യമായ പരിശോധനകളോ സാക്ഷിമൊഴികളോ ഒന്നും അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള പോലീസിന്റെ റിപ്പോർട്ട്. സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം നിയമ നടപടികളിലേക്ക് കടക്കാനും സാധ്യതയേറി. ന്യൂസ് 18, തിരുവനന്തപുരം. സംസ്ഥാന വ്യാപകമായി ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ റെയ്ഡ് തുടരുകയാണ്. തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിലെ ബുഹാരി ഹോട്ടൽ അടപ്പിച്ചു. ഹോട്ടലിലെ വൃത്തിഹീനമായ സാഹചര്യത്തെ തുടർന്നാണ് പൂട്ടിച്ചത്. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷിന്റെ റിപ്പോർട്ട് കാണാം. സംസ്ഥാന വ്യാപകമായി ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധന തുടരുകയാണ്. ഇത്തരത്തിൽ വൃത്തിഹീനമായ സാഹചര്യം കൂടാതെ ഭക്ഷണത്തിൽ മായം ചേർക്കൽ തുടങ്ങിയവ കണ്ടെത്താനാണ് പ്രധാനമായി പരിശോധന. ഏതെങ്കിലും രീതിയിലുള്ള വൃത്തിഹീനമായ സാഹചര്യമോ ഒപ്പം ഭക്ഷണത്തിൽ മായം ചേർക്കുന്നതായി കണ്ടെത്തിയാൽ ആ സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കാനാണ് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ ടീം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഇപ്പോൾ തിരുവനന്തപുരത്തെ പരിശോധന ഏത് രീതിയിലാണ്? നമ്മുടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നിരന്തരമായ പരിശോധനകളുടെ ഭാഗമായും അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഭക്ഷ്യവിഷബാധയുമായി ബന്ധപ്പെട്ട് വകുപ്പ് വളരെ കർശനമായ പരിശോധനകൾ സംസ്ഥാന വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ജില്ലകളിലും നമ്മുടെ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ട് അതാത് ജില്ലകളിലെ അസിസ്റ്റന്റ് കമ്മീഷണർമാരും ഡെപ്യൂട്ടി കമ്മീഷണർമാരും നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം ജില്ലയിലും ഇത്തരത്തിലുള്ള സ്ക്വാഡുകൾ എല്ലാ നിയോജക മണ്ഡലത്തിലും ഉള്ള ഫുഡ് സേഫ്റ്റി ഓഫീസർമാരടങ്ങുന്ന ടീമുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം നഗരത്തിലെ ഫുഡ് സേഫ്റ്റി ഓഫീസർ ശ്രീമതി മകബറത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സ്ക്വാഡ്
ഇന്ന് തിരുവനന്തപുരത്ത് ബുഹാരി ഹോട്ടൽ പരിശോധിക്കുകയും ആ സ്ഥാപനത്തിൽ വളരെ വൃത്തിഹീനമായി അതിൻ്റെ അടുക്കള കണ്ടെത്തിയ സാഹചര്യത്തിൽ അത് ആ സ്ഥാപനം അടയ്ക്കുന്നതിനുള്ള നിർദ്ദേശം നൽകുകയും അത് സ്ഥാപനം ഒന്നിലധികം തവണയായി ബുഹാരി അടയ്ക്കുന്നു. എന്തോ ഒന്നിലധികം തവണയാണ് സമാനമായ പ്രശ്നം അതേ ഹോട്ടലിൽ. അത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള രീതിയിൽ അവർ പ്രവർത്തിക്കുന്നതായിട്ട് ഇപ്പോൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ കർശനമായ നടപടികൾക്ക് വിധേയമാക്കും, അവർക്ക് നിയമപരമായ നടപടികൾ സ്വീകരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഹോട്ടൽ മാനദണ്ഡം പാലിക്കുന്നത് വരെ താൽക്കാലികമായി അടച്ചതും അതോടൊപ്പം തന്നെ ആ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തതും. വരും ദിവസങ്ങളിലും റെയ്ഡ് തുടരുമോ? തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള റെയ്ഡുകൾ നമ്മൾ വരും ദിവസങ്ങളിലും ജില്ലയിലും മറ്റ് സംസ്ഥാനത്തിൻ്റെ മറ്റ് ജില്ലകളിലും എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള സ്ക്വാഡ് പ്രവർത്തനം നടക്കുന്നുണ്ട്. കർശനമായ നടപടികൾ വകുപ്പ് ഈ ഒരു സാഹചര്യത്തിൽ സ്വീകരിക്കുന്നതായിരിക്കും. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. എന്തായാലും തിരുവനന്തപുരത്ത് ബുഹാരി എന്ന ഹോട്ടലാണ് പൊട്ടിച്ചത്. നേരത്തെയും പലതവണ സമാനമായ രീതിയിൽ വൃത്തിഹീനമായ സാഹചര്യം കണ്ടെത്തിയതിനെ തുടർന്ന് പൂട്ടുകയും തുടർന്ന് വീണ്ടും തുറക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഈ ഹോട്ടലിനുള്ളത്. എന്തായാലും വീണ്ടും ആദ്യ ദിവസം തന്നെ ഈ ഹോട്ടൽ ഇപ്പോൾ പൂട്ടിച്ചിരിക്കുന്നു. ഫ്രിഡ്ജിലടക്കം വൃത്തിഹീനമായ സാഹചര്യം, കൂടാതെ ക്ഷുദ്രജീവികൾ പാറ്റ അടക്കമുള്ളവ ആ പ്രദേശത്തെല്ലാം ഓടി നടക്കുന്നു തുടങ്ങിയവയെല്ലാമാണ് പ്രഥമ ദൃഷ്ടിയാൽ കണ്ടെത്തിയത്. എന്തായാലും ഈ സാഹചര്യങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ ഇനി ലൈസൻസ് പുതുക്കി നൽകുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുകയുള്ളൂ. റെയ്ഡ് വിവിധ ടീമുകളായി തിരിഞ്ഞ് തിരുവനന്തപുരത്തും റെയ്ഡ് തുടരുകയാണ്. കോട്ടയത്ത് ഭക്ഷ്യവിഷബാധയ്ക്കു പിന്നാലെ നഴ്സ് മരിച്ച സംഭവത്തിൽ ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം നിർണായകമാകും. വിശദമായ പരിശോധനാ ഫലം വന്ന ശേഷം മാത്രമേ ശക്തമായ നടപടിയെടുക്കാനാകൂവെന്നാണ് പോലീസിന്റെ നിലപാട്. മെഡിക്കൽ കോളേജിലും വീട്ടിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് രശ്മി മരിച്ചത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെതിരെ രശ്മിയുടെ കുടുംബം രംഗത്ത് വന്നു. ഓൺലൈനായി വാങ്ങിയ ഭക്ഷണം കഴിച്ച ശേഷമാണ് രശ്മി രാജിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ ആളായിരുന്നു. അതിൻ്റെ ചെലവിലാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ആയിരിക്കണം ഈ ഹോട്ടൽ ഏതാണെന്നും സർക്കാർ കണ്ടുപിടിച്ച് അവരെ വേണ്ട നടപടി ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുക. കാരണം പോലീസുകാരെ ബന്ധപ്പെട്ട നടക്കുകയില്ല, അത് ക്രൈംബ്രാഞ്ച് പോലീസിനെ ബന്ധപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ഇത് നടക്കൂ. കാരണം നമ്മുടെ കൊച്ചി പോയി മറ്റുള്ള കൊച്ചുങ്ങൾക്കും ഇങ്ങനെ ഉണ്ടാകരുത് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഞാൻ പൊതുദർശനത്തിന് ശേഷം രശ്മിയുടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? കിരൺ, പോസ്റ്റ്മോർട്ടം പരിശോധന ആയിരുന്നു നിർണായകം. അതിൽ പക്ഷേ ആന്തരാവയവ പരിശോധനാ ഫലം കൂടി പുറത്തു വരേണ്ടതുണ്ട്. കാരണം ഇതൊരു ഭക്ഷ്യവിഷബാധ എന്നുള്ള പരാതി തന്നെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ കൃത്യമായ പരിശോധനാ ഫലത്തിലൂടെ മാത്രമേ അത് തെളിയിക്കാൻ കഴിയുകയുള്ളൂ. ആന്തരാവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലായതായി കഴിഞ്ഞ ദിവസം തന്നെ ഡോക്ടർമാർ പറഞ്ഞതാണ്. പോസ്റ്റ്മോർട്ടം പരിശോധനയിലും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. മരണത്തിലേക്ക് നയിച്ചതിന് ഈ ഭക്ഷണത്തിൽ നിന്നുണ്ടായ വിഷം തന്നെയാണ്, വിഷബാധ തന്നെയാണ് കാരണമെന്ന് പക്ഷേ ഈ ആന്തരാവയവ പരിശോധനാ ഫലത്തിലൂടെ കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. പോലീസും അതിനനുസരിച്ചായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. എന്തായാലും വൈകുന്നേരം 4 മണിയോടെയാണ് രശ്മിയുടെ സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ നടത്തിയത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ രശ്മി ജോലി ചെയ്ത കോട്ടയം മെഡിക്കൽ കോളേജിൽ ആദ്യം മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. അതിനുശേഷമാണ് വീട്ടിലെത്തിച്ച് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് 14 ജില്ലകളിലും വ്യാപകമായി പരിശോധനകൾ നടത്താൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ശുചിത്വമില്ലാത്തതോ മായം കലർന്നതോ ആയ ഭക്ഷണം നൽകുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇങ്ങനെ ഏതെങ്കിലും സംഭവം ഉണ്ടാവുകയും അവിടെയൊക്കെ ആരുടെയെങ്കിലും മരണം സംഭവിക്കുകയോ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രം പരിശോധന നടത്തുന്നത് കൂടിയാണ് പ്രശ്നങ്ങൾ. നമ്മൾ നേരത്തെ അടക്കം പൊതുവേദിയിലടക്കം ആളുകൾ ചൂണ്ടിക്കാണിച്ചത് അതുതന്നെയാണ്. നിരന്തരമായ പരിശോധനകളില്ലാത്തത് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണം. അതുകൂടി സർക്കാർ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ചെറിയ ഇടവേളയിലേക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞാണ് പോയത്. അതായത് തിരിച്ചു വന്ന ശേഷം പ്രതികരിക്കാമെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്തായാലും നിലവിൽ എത്തിയ സമയത്ത് പ്രതികരിച്ചില്ല. പറയേണ്ടത് നേരത്തെ ചെങ്ങന്നൂർ പറഞ്ഞല്ലോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. എന്തായാലും നാളെയാണ് സത്യപ്രതിജ്ഞ. മറ്റ് അനിശ്ചിതത്വങ്ങളെല്ലാം നീങ്ങി അതിനുശേഷം സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറായി തന്നെയാണ് അദ്ദേഹം നേരെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചത്. തിരുവനന്തപുരത്ത് എത്തിയ ശേഷമാണ് ഇപ്പോൾ എ കെ ജി സെന്ററിലെത്തിയത്. ഇവിടെ നേതൃത്വം
ഗ്രൂപ്പിൽപ്പെട്ട നേതാക്കൾ ഉണ്ട്. അവരെയുമായി ഒന്ന് കൂടിയാലോചനയ്ക്ക് ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഈ 5 ദിവസം ഗവർണറുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ തീരുമാനം അന്തിമമാകാത്തതിൽ ചില അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. ഉടൻ ഗവർണർ നാളെ 4 മണിക്കുള്ള സത്യപ്രതിജ്ഞയ്ക്കുള്ള പച്ചക്കൊടി കാണിച്ചു. അതോടുകൂടി ഇന്ന് വിവരം അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ചെങ്ങന്നൂരിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ് ഉണ്ടായത്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കൗമാര കലോത്സവത്തിന് തിരിതെളിഞ്ഞു. കേരള സ്കൂൾ കലോത്സവം പവേഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. SAP S/4HANA ഡിഫ ടാലി അംഗീകൃത കോഴ്സുകൾ ജിടെക്കിലൂടെ. കൗമാര കലോത്സവ നിറവിൽ കോഴിക്കോട്. 61ാമത് സ്കൂൾ കലോത്സവത്തിന് കോഴിക്കോട് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിതെളിച്ചു. കലോത്സവത്തിൽ പോയിന്റ് നിലയിൽ കണ്ണൂരാണ് ഇപ്പോൾ മുന്നിൽ. 83 പോയിന്റാണ് കണ്ണൂരിനുള്ളത്. 82 പോയിന്റുമായി കോഴിക്കോടും 81 പോയിന്റുമായി കൊല്ലവും തൊട്ടു പിന്നിലുണ്ട്. രാവിലെ 8:30 പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജീവൻ ബാബു പതാക ഉയർത്തിയതോടെയാണ് കലോത്സവത്തിന്റെ ചടങ്ങുകൾക്ക് ഔദ്യോഗിക തുടക്കമായത്. 10 മണിയോടെ പ്രധാന വേദിയായ വിക്രം മൈതാനിയിൽ പ്രൌഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങ്. മറ്റു ദീപങ്ങൾ കൊളുത്തുന്നത് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെ പരിച്ഛേദമാണ് കലോത്സവമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാറുന്ന കാലത്തേക്ക് തുറന്നുപിടിച്ച കണ്ണാടിയാണ് കലോത്സവം. കല ജാതിക്കും മതത്തിനും അതീതമാണ്. മാറുന്ന കാലത്തിലേക്ക് പിടിച്ച കണ്ണാടിയാവുകയാണ് സ്കൂൾ കലോത്സവം. ജാതിക്കും മതത്തിനും അതീതമാണ് കല. കാലത്തിനനുസരിച്ച് കലോത്സവ മാനുവൽ പരിഷ്കരിക്കപ്പെടണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി അവരുടെ വാസനകൾ വളർത്താൻ കാലോചിതമായ മാറ്റങ്ങൾ അനിവാര്യമാണ്. അതിനെന്ത് ചെയ്യാനാവുമെന്ന് പരിശോധിക്കും. കാലത്തിനനുസരിച്ച് കലോത്സവ മാനുവൽ പരിഷ്കരിക്കപ്പെടണം. മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ, സ്പീക്കർ AN ഷംസീർ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഒരിക്കലും ഇത് രക്ഷിതാക്കളും ടീച്ചർമാരുമായുള്ള മത്സരമായി മാറാതെ കുട്ടികൾ തമ്മിലുള്ള മത്സരമായി മാറാൻ നമുക്ക് സാധിക്കണം. ഏറെ പുതുമയുള്ള ഈ കലോത്സവം നമ്മുടെ ഓർമ്മയിൽ ഒരാവേശമായി, ഒരാദരവായി നിറഞ്ഞു നിൽക്കട്ടെ. ചടങ്ങിൽ മുഖ്യാതിഥിയായ സിനിമാ താരവും നർത്തകിയുമായ ആശാ ശരത് തന്റെ കലോത്സവ ഓർമ്മകൾ പങ്കുവച്ചു. അന്ന് എന്തൊക്കെ ടെൻഷനിലാണ്, ആരെയൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് കാലുകളെടുത്തു വെച്ചതോ അതേ ഒരു വികാരമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഇത്രയും ദൈവികമായ വേദികൾ കാലെടുത്ത് വെക്കുമ്പോൾ ഞാൻ അനുഭവിച്ചത്. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി കുട്ടികൾ അവതരിപ്പിച്ച സ്വാഗതഗാനവും ശ്രദ്ധേയമായിരുന്നു. ടീം ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് ബീച്ചിൽ അറബി ബെയ്ത്തുകളുമായി ദഫ് മുട്ട. പ്രവാചകനെയും സൂഫി വര്യന്മാരെയും പ്രകീർത്തിച്ചുകൊണ്ടുള്ള ദഫ് മുട്ടിന് ആരാധകർ ഏറെയാണ് കോഴിക്കോട്. ദഫ് മുട്ടില്ലാതെ എന്ത് കലോത്സവമാണ്? കോഴിക്കോട് ബീച്ചിൽ നിന്ന് ദഫ് മുട്ടുമായി നമ്മോടൊപ്പം ചേരുന്നത് IUHS പരപ്പൂർ സ്കൂളിലെ കുട്ടികളാണ്. അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ ശൈഖുന യാ കുതുബ് ശൈലിയാ കമിൻ കറാമ തിങ്കലനാ ബാരിഖുൽ ആദാതിലനാ حبه فيه بشكرا الله خلقنا സൂഫിമാരെയും പ്രവാചകനെയും പ്രകീർത്തിച്ചുകൊണ്ടാണ് ഈ ദഫ്മുട്ട് പാടുന്നത്. ക്യാമറമാൻ ഷാഫിയോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18. കലോത്സവം കാണാൻ കോഴിക്കോട്ടെത്തിയ ചാക്യാരുടെ വിശേഷങ്ങളിലേക്കൊന്ന് പോകാം. ചാക്യാർ കൂത്തിൽ A ഗ്രേഡ് നേടിയ പട്ടാമ്പി പരതൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിറാമാണ് ഒപ്പം ചേരുന്നത്. ഇവിടെ ആരെയും കാണാനില്ലല്ലോ. ഇവിടെ ആളുണ്ട്, ഇയാളോട് ചോദിക്കാം.
ഇവിടെ പരിപാടികളൊക്കെ എവിടെയാ നടക്കണേ? കലോത്സവ പരിപാടികൾ ഇവിടെ പ്രധാന വേദിയിൽ വിക്രം മൈതാനിയിൽ പരിപാടി നടക്കുന്നുണ്ട്. പിന്നെ ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ നല്ല ചാക്യാർ കൂത്തൊക്കെ നടക്കുന്നുണ്ട്, ഗംഭീരമായിരിക്കും. പിന്നെ അങ്ങനെ ഓരോ ഭരതനാട്യം, മോഹിനിയാട്ടം പരിപാടികളൊക്കെ. ചാക്യാർക്ക് ഇപ്പൊ എങ്ങോട്ടാ പോണ്ടേ? എനിക്ക് കുറച്ച് കൊള്ളാവുന്ന പരിപാടികൾ കാണുന്നുണ്ട്. ചാക്യാർ കൂത്ത് കാണാൻ പറ്റുമോ? ചാക്യാർ കൂത്ത് കാണാം. ചാക്യാർ കൂത്ത് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലാണ് നടക്കുന്നത്. നമ്മുടെ ബീച്ചിന്റെ അടുത്താണ് അതുള്ളത്. നമുക്കൊന്ന് അങ്ങോട്ട് നടക്കാം, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാലോ. ഈ കോഴിക്കോടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? കോഴിക്കോടിന്റെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോ നല്ല ഭക്ഷണമൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കോഴിക്കോട്. നല്ല ഹലുവ കിട്ടുന്ന സ്ഥലമാണ്. അത് ഞാനും കേട്ടിട്ടുണ്ട്, ഇവിടെ നല്ല ഹലുവയും ബിരിയാണിയൊക്കെ കിട്ടുന്നു. അത് എവിടേക്കാന്ന് പറഞ്ഞു തരുമോ? ഹലുവ നല്ല മിഠായി തെരുവിൽ പോയാൽ നല്ല ഹലുവ കിട്ടും. ബിരിയാണി പിന്നെ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും നല്ല ബിരിയാണി കിട്ടും. ചാക്യാർ ഹലുവ വാങ്ങുന്നുണ്ടോ? എങ്ങനെയാണ്? വാങ്ങിച്ചാ കൊള്ളാന്നുണ്ടേ. ചാക്യാർ കൂത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ നിങ്ങളുടെ കഥ പറച്ചിലും അതുപോലെ തന്നെ പാട്ട് ഒക്കെ ഭയങ്കര രസമാണ്. അതിനൊരു കുറച്ച് 2 ഭാഗം പറഞ്ഞു തരുമോ? അതിനെന്താ? ഹേ ഭൂപാ ശൃണുദാദരാദുപഗദോ ദൂത വൃഥാ ജന്മനാം മായാമോഹിതമൂഢലോകകലിത പ്രൗഢി സ ഗോപാലക പ്രത്യുത്ഥാസ്യതി യോസ്യ ദാസ്യതി സമേദണ്ഡ്യ സുവർണമിദം ഭാരദ്വാദശകേന ശാസന നിരാകർത്താം ജഗത്യാമിതി. ഹേ ഭൂപ, അല്ലേ ഭൂവന്മാര്, അല്ലെ രാജാക്കന്മാര്, ശൃണുത, നിങ്ങൾ ശ്രവിക്കണം. ദുര്യോധനൻ സഭാവാസികളോട് പറയാണ്, നിങ്ങൾ കേൾക്കണം, ഞാൻ പറയണ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. ഇന്ന് ഇങ്ങോട്ട് ഒരു ദൂതൻ വരുന്നുണ്ട്. അപ്പൊ ആ ദൂതൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാല് പൃഥാജന്മനാം ദൂത എന്ന് വെച്ചാൽ കുന്തിപുത്രന്മാര്, അവരുടെ ദൂതനാണ് ഇപ്പൊ ഇങ്ങോട്ട് വരണത്. അവരുടെ ദൂതന് മുന്നേ ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. ഇത്ര കേമായിട്ട് പറയണമെന്നാണെങ്കിൽ ആരാണ് അവരുടെ ദൂതനായിട്ട് ഇവിടെ വേണ്ടതെന്നാ? സ ഗോപാലക, ആ കൃഷ്ണൻ എന്ന് പറയുന്ന വിദ്വാനില്ലേ, അയാളാണ് ഇപ്പൊ ഇങ്ങോട്ട് ദൂതനായിട്ട് വരണത്. അപ്പൊ ദുര്യോധനൻ സഭാവാസികളോട് പറയാണ്, കൃഷ്ണൻ ഈ സഭയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആരും ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റ് അവനെ മാനിക്കരുത്. പട്ടാമ്പി പരുതൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിരാമാണ് ഈ കലാകാരൻ ചാക്യാരായി നമ്മളുടെ മുമ്പിലെത്തി. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. കേരള സ്കൂൾ കലോത്സവം പവേഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. SAP S/4HANA ഡിഫ ടാലി അംഗീകൃത കോഴ്സുകൾ ജിടെക്കിലൂടെ.